ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ചെല്ലാനം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇത് പരിഹാരം കണ്ടിരിക്കുന്നു. ആശ്വാസമാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നവരാണ്. ഇനി ഞങ്ങൾ നോക്കണം. ചെല്ലാനം പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പടിഞ്ഞാറൻ മേഖലയിൽ കുടിവെള്ളം തീരെ ലഭ്യമാകാത്ത സാഹചര്യമാണ്. എന്നാൽ കിഴക്കൻ മേഖലയിലാകട്ടെ വരുന്ന ജലം ചെളി നിറഞ്ഞതും ദുർഗന്ധപൂരിതവുമാണ്. 2 മാസത്തോളമായി ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമവും മലിനജലവും ലഭ്യമാകാൻ തുടങ്ങിയിട്ട്. നേരത്തെ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ജനപ്രതിനിധികൾ ചേർന്ന ഉപരോധിച്ചതിനെ തുടർന്ന് 2 ആഴ്ചക്കുള്ളിൽ പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ചെളിവെള്ളവും എയറും കൂടിയാണ് ഞങ്ങൾക്ക് വരുന്നത്. ഇതിനാണ് ഇപ്പൊ ഞങ്ങൾ ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മാസം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ബില്ല് എടുക്കാൻ വേണ്ടി ചെല്ലാനം പഞ്ചായത്തിലോട്ട് 4-ാം വാർഡിലോട്ട് ഒരു മനുഷ്യനെ കയറ്റില്ല. സത്യമായിട്ടും നാട്ടുകാർ ചേർന്ന് അവരെ വളയും. ഇതൊരു അക്രമത്തിലേക്ക് വിടരുത്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് വെള്ളം. ഇപ്പൊ ഇത് നിങ്ങൾ തരാതെ, നിങ്ങൾ സപ്ലൈ ചെയ്യാതെ ഞങ്ങൾ വേറെ ഏത് അതോറിറ്റിനോടോ പറയണ്ട. പിന്നെ എന്തിനാണ് സർക്കാർ വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച സാറിന്റെ ഓഫീസിൽ വന്ന് ഞങ്ങൾ ചെല്ലാനം പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും കൂടി ഉപരോധിച്ചു. അപ്പൊ സാർ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ടേണുകളെല്ലാം ശരിയാക്കി. മാക്സിമം 2 ആഴ്ച എന്ന് പറഞ്ഞു. ഇതിപ്പോ 3 ആഴ്ച കഴിഞ്ഞ് 1 മാസമൊക്കെ ഇത് തന്നെ ഡെയിലി 60 രൂപ വെച്ച് ഒരു ബോട്ടിൽ വെള്ളം അല്ലെങ്കിൽ 4 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ടാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ വീട്ടമ്മമാര് ചെയ്യുന്നത്. വീട്ടിൽ വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ചീത്തായി പോണേണ് ഉച്ച കഴിയുമ്പോഴത്തേക്കും. അത്രയും മോശം വെള്ളമാണ്. കുട്ടികൾക്ക് ഛർദില്, വയറ്റിളക്കം, സ്കിൻ ഡിസീസസ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ആരോടാ പറയണ്ടേ? എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഈ കിട്ടുന്ന ചീത്ത വെള്ളത്തിൽ നിന്നാണ്. 4-ാം വാർഡ് മെമ്പർ ആൻസി ട്രീസയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത്. കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയ നാട്ടുകാർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മലിനജലം ലഭ്യമാകുന്നത് മൂലം കുട്ടികൾക്ക് ഛർദി, അതിസാരം ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഭിന്നശേഷി കുട്ടികളും കിടപ്പ് രോഗികളും ഉൾപ്പെടെ കുടിവെള്ളം ലഭ്യമാകാതെ വലയുന്ന സാഹചര്യമാണ്. കടുത്ത വേനൽ ആകുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ജലക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. വേനൽ കടുത്താൽ ഇതിനേക്കാൾ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളമില്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് രാവിലെ വെച്ച ഭക്ഷണമില്ലേ മാഡം രാവിലെ വെച്ച ഭക്ഷണം ഞങ്ങൾക്ക് ഉച്ചക്ക് അത് വലിച്ചു പോണേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ SSLC പഠിക്കുന്ന കുട്ടികള് പോകുന്നത് ബോർവെല്ലി വെള്ളത്തിൽ കുളിച്ചു. അവർക്ക് തലവേദനയാണ്, ചെവി വേദനയാണ്. ചെറിയ കുട്ടികൾക്ക് നല്ല വെള്ളമൊന്നും ബോർവെല്ലി കിട്ടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രസവിച്ച് കിടക്കുന്ന അമ്മേനെ പിഞ്ചു കുഞ്ഞിനെ കൂടി തിരിച്ചു വിട്ടെന്ന് പറയുമ്പോഴുള്ള അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കി. ഞങ്ങളുടെ വാർഡുകളിൽ നടക്കുന്ന 2 മാസമായിട്ട് ഇത് തന്നെ. ഒരു വീട്ടിലെ മരണച്ചടങ്ങ്, ഒരു വീട്ടില് 30. ഈ 2 ചടങ്ങിലും ഇല്ലേ വെള്ളമില്ല വീട്ടിൽ. എന്നാൽ അടുത്ത ദിവസം തന്നെ ലൈൻ പരിശോധിക്കാമെന്നാണ് അധികൃതർ പറഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിങ്ങളുടെ ലൈനിൽ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതിന് സാറിന് എത്ര സമയം വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വെള്ളം ലഭിക്കാതെ ലൈൻ പരിശോധിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് സമരക്കാർ ചോദിക്കുന്നത്. ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലേക്ക് അടക്കേണ്ട ബില്ലുകൾ അടക്കാതെ പ്രതിഷേധിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.